റിപ്പോർട്ട് ബ്രേക്കിംഗ്. കണ്ണൂർ മട്ടന്നൂർ നിയമസഭാ സീറ്റ് RSPയിൽ നിന്ന് ഏറ്റെടുക്കാൻ കോൺഗ്രസ്. കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണമെന്നാണ് പ്രാദേശിക ഘടകത്തിന്റെ ആവശ്യം. KPCC അധ്യക്ഷന് മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റി കത്തയച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. രാജീവ് എളയാവൂർ, ചന്ദ്രൻ തില്ലങ്കിരി എന്നീ പേരുകളും കോൺഗ്രസിന്റെ പരിഗണനയിലുണ്ട്. മട്ടന്നൂർ സീറ്റ് വെച്ചു മാറണമെന്ന് RSPയിലും ആവശ്യമുയരുന്നുണ്ട്. LDFനായി KK ശൈലജ തന്നെ മട്ടന്നൂരിൽ ഇക്കുറിയും മത്സരിച്ചേക്കും. കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷം ശൈലജ നേടിയിരുന്നു. അഭിജിത്ത് മുഴക്കുന്ന വലിയ വിജയസാധ്യതയൊന്നുമില്ലെങ്കിലും ഫർസീൻ മജീദിന്റെ ഒരു താല്പര്യമാണോ ഇതിലുള്ളത്? മാത്രമല്ല RSPയും അവിടെ നിന്നും അടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ് ഒട്ടിക്കാൻ പോലും കാര്യമായി പ്രവർത്തകർ RSPക്ക് ആ മണ്ഡലത്തിൽ കാര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ മത്സരിക്കണം എന്നുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ഫസീൽ മജീദ് എന്ന് പറയുന്നത് ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിയുമായി ഒരു സമരമൊക്കെ നടന്ന ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയ ചെറുപ്പക്കാരനാണല്ലോ അല്ലേ അഭിജിത്ത് മുഴക്കുന്ന? തീർച്ചയായും അരുൺകുമാർ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. അന്ന് 60,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് KK ശൈലജ വിജയിച്ചത്. UDFന് വേണ്ടി RSP ആയിരുന്നു രംഗത്തിറങ്ങിയത്. RSPക്കായി ഇല്ലിക്കൽ അഗസ്റ്റി മത്സരത്തിനിറങ്ങി. ഇത്രയധികം വോട്ടിന്റെ വ്യത്യാസം, ഭൂരിപക്ഷത്തിലൊക്കെ തോൽക്കുന്നത് അവിടെ ഘടകകക്ഷിയെ മത്സരിപ്പിച്ചത് കൊണ്ടാണ് എന്നൊരു വികാരം, അങ്ങനെയൊരു പ്രതികരണം അല്ലെങ്കിൽ വിമർശനമൊക്കെ അണികൾക്കിടയിലുണ്ട്, കോൺഗ്രസ് അണികൾക്കിടയിലുണ്ട്. അതിനാൽ തന്നെയാണ് ഇത്തവണ ഈ സീറ്റ് ഏറ്റെടുക്കണം എന്നൊരാവശ്യം അത് ഈ പ്രാദേശിക നേതൃത്വത്തിനുള്ളത്. അങ്ങനെ ഒരു ആവശ്യം അവർ സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഈ മത്സരിക്കാൻ സന്നദ്ധനായി ഫർസീൻ മജീദ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്നത്. പ്രത്യേകിച്ച് മണ്ഡലത്തിലുള്ളവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നതൊക്കെയാണ് അദ്ദേഹം തനിക്കൊരു നേട്ടമായി മുന്നോട്ട് കാണിക്കുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ രാജീവൻ എളയാവൂർ, ഒപ്പം അതുപോലെ കൂടുതൽ സ്ഥാനാർത്ഥികളെ, ചന്ദ്രൻ തില്ലങ്കേരി പോലെയുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ പരിഗണിക്കുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ, അവിടെ വിജയപ്രതീക്ഷയൊന്നും കോൺഗ്രസ് വച്ചു പുലർത്തുന്നില്ല. LDFന്റെ കോട്ട തന്നെയാണ്, CPMന്റെ കോട്ട തന്നെയാണ് മട്ടന്നൂർ. പക്ഷെ അപ്പോഴും ഈ ഇത്ര വലിയൊരു മാർജിനിൽ തോൽക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. നിരവധി കോൺഗ്രസ് പ്രവർത്തകരുള്ള ഒരു മണ്ഡലം കൂടിയാണ്. RSP ഒക്കെ മത്സരിക്കാൻ രംഗത്ത് എത്തുമ്പോൾ അതിനു മുൻപ് JDU ഒക്കെയാണ് ഈ മട്ടന്നൂർ സീറ്റിൽ മത്സരിച്ചിരുന്നത്. അങ്ങനെ ഘടകകക്ഷികൾക്ക് ഇത് വിട്ടുകൊടുക്കുമ്പോഴുള്ള പ്രയാസമാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ മത്സരിക്കുമ്പോൾ നേരിയ വ്യത്യാസം മാത്രമാണ് LDFുമായി അവിടെ ഈ UDFനുണ്ടായിരുന്നത്. ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴും നേരിയ വ്യത്യാസം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ വേണം എന്ന ആവശ്യം കോൺഗ്രസിനകത്തുണ്ട്. അതേസമയം തന്നെ LDFനായി KK ശൈലജ തന്നെ രംഗത്തിറങ്ങും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. അവിടെ നിന്ന് KK ശൈലജയെ മാറ്റാനുള്ള ഒരു സാധ്യതയൊന്നും ഏതായാലും നിലവിലില്ല. അങ്ങനെയെങ്കിൽ KK ശൈലജ, അതായത് ഒരു CPM സ്ഥാനാർത്ഥിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന് മട്ടന്നൂർ വേദിയാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെയെങ്കിൽ അവിടെ എത്രയാകും ഈ ഭൂരിപക്ഷത്തിന്റെ കണക്കുകൾ എന്നൊക്കെ ഉള്ള കാര്യം അതൊരു കൗതുകം കൂടിയാണ്. അരുൺകുമാർ, അഭിജിത്ത് മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത്. മട്ടന്നൂരിൽ ശൈലജ ടീച്ചറിനെ എതിരിടാൻ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വരുമോ? കാത്തിരുന്ന് കാണാം.